ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പട്ടോങ് ബീച്ചിലെ നൈറ്റ് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫിഫി ഐലൻഡ് പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബീച്ച് റോഡിൽ കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഈവനിങ് നല്ല വൈബാണ് കേട്ടോ. അവിടെ ഫുള്ള് ടൂറിസ്റ്റും പാട്ടും ബഹളവും ആൾക്കാരും നിറയെ റെസ്റ്റോറൻറ്റ്സും പിന്നെ കുറേ ഷോപ്പിംഗ് ഓപ്ഷൻസും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ ട്രാഫിക്കിൽ പെട്ട് അങ്ങനെ കുറേ നേരമൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ എന്നാലും നല്ലൊരു രസമുണ്ട് അതുവഴി നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനൊക്കെ. ഞങ്ങൾ അവിടെ എത്തിയ ടൈമിന് നമ്മളുടെ വാക്കിംഗ് സ്ട്രീറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കതുവഴി വാക്കിംഗ് മാത്രമേ പറ്റുള്ളൂ. കാറോ ബൈക്കോ അങ്ങനെ ഒന്നും അവർ ഓൾറെഡി അത് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ച് നടക്കാൻ വേണ്ടി വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് പിന്നെ രണ്ടാമത് വരുവാണ് ചെയ്തത്. എനിക്ക് ആക്ച്വലി കുറച്ചൊരു പേടി ഉണ്ടായിരുന്നു. അതായത് കുറേ റിവ്യൂസും വീഡിയോസിലും ഒക്കെ കണ്ടപ്പോൾ അവിടെ നമുക്ക് പിക്ക് പോക്കറ്റിങ്ങും പിന്നെ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ അപ്രോച്ച് ചെയ്ത് ഇതാക്കും, മൊബൈലൊക്കെ കണ്ടാൽ പിടിച്ചുകൊണ്ട് പോവും, അങ്ങനെയൊക്കെ കുറേ ഞാൻ റിവ്യൂ ഒക്കെ വായിച്ചു. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ആകെ നമ്മളിപ്പോൾ കപ്പിളായിട്ടാണ് പോകുന്നതെങ്കിൽ അവർ നമ്മൾ ഒന്നും പറയില്ല. അവർ നമ്മളെങ്ങോട്ട് വന്ന് ശല്യം ചെയ്യലോ അങ്ങനെ ഒന്നുമില്ല. അവർ കുറച്ച് ബോർഡ്സൊക്കെ കൊണ്ടുവന്ന് കാണിക്കും. ബിയർ അങ്ങനത്തെ നമ്മളിപ്പോൾ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് അവരുടെ ഓഫർ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുന്നേ ഉള്ളൂ. പക്ഷേ നമ്മളല്ലാതെ ബാച്ചിലേഴ്സ് കുറച്ച് ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടോ ഒക്കെ പോകുന്ന ആൾക്കാരെ അവർ വന്നിട്ട് അവരിങ്ങനെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കലും നമുക്കിങ്ങനെ കാണാമല്ലോ, അവരുടെ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ നിർബന്ധിക്കലും അങ്ങനെയൊക്കെ ഉണ്ട്. അല്ലാതെ വേറെ ശല്യം അങ്ങനെ ഒന്നുമില്ല. പട്ടായയും ബാങ്കോക്കൊക്കെ അത്യാവശ്യം മഴയും തണുപ്പും ഒക്കെ ആയിരുന്നു. പക്ഷേ ഫുക്കറ്റ് വന്നപ്പോൾ നല്ല ചൂടുണ്ട്. പുറത്ത് ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മളിങ്ങനെ വേർത്ത് കുളിച്ച ആ ഒരു പരുവമാവും. സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര വൈബാണ്. ഓരോ സ്ഥലത്തും ഓരോ പാട്ടും ഓരോ രീതിയിലുള്ള വൈബാണ്. ചിലയിടത്ത് നല്ല അടിപൊളി റോക്ക് മ്യൂസിക് ആയിരിക്കും, ചിലയിടത്ത് വേറെ പോപ്പ് മ്യൂസിക് ആയിരിക്കും. അങ്ങനെയൊക്കെ പല പല ടൈപ്പ് ഓഫ് മ്യൂസിക് ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഭയങ്കര ഒച്ചയും ബഹളവും നമ്മൾ തന്നെ ആ ഒരു വൈബിലോട്ട് നമ്മളങ്ങ് മാറും. കുറേ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം AC കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ചെറിയ സൂപ്പർ മാർക്കറ്റിൽ കയറി. അവിടെ ഈ ഷെൽസിൻ്റെ കുറേ നല്ല നല്ല സോവനിയേഴ്സ് പോലത്തെ സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിങ്ങനെ കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്കൊരു കസ്റ്റമൈസ്ഡ് ചെപ്പൽസ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് കിട്ടി. അവിടെ നമുക്ക് ഭയങ്കര വൈബ്രൻറ്റ് കളേഴ്സായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ 2-3 മോഡൽ അവരുടെ തന്നെ 2-3 മോഡലുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏത് വേണമെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. കളേഴ്സും നമുക്ക് ചൂസ് ചെയ്യാം. ഈ മിക്സ് ആൻഡ് മാച്ച് പോലെ നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാം. ഭയങ്കര അടിപൊളിയായിരുന്നു. ചെരുപ്പും അത്യാവശ്യം കംഫർട്ടുള്ള ചെരുപ്പായിരുന്നു. നമുക്ക് അവിടെ നിന്ന് തന്നെ അവർ ട്രയൽ സ്ലിപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഓരോ മോഡലിന് നമ്മളുടെ സൈസിനനുസരിച്ച് നമുക്ക് ട്രയൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള കസ്റ്റമൈസ് ചെയ്ത കളേഴ്സ് ഏത് വേണമെങ്കിലും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ അവരത് മേക്ക് ചെയ്ത് തരും. അപ്പം ഞാനും ഒരു 2 കളേഴ്സ് ചൂസ് ചെയ്തു, ഒരു മോഡലും ചൂസ് ചെയ്തു. രാഹുലും അതുപോലെ ഒരു മോഡലും 2 കളറും ചൂസ് ചെയ്തു. അപ്പോൾ തന്നെ അവരതിങ്ങനെ മേക്ക് ചെയ്ത് തരും. അത് മേക്ക് ചെയ്യുന്നതും കാണാൻ നല്ല രസമാണ്. ഇത്തിരി നമുക്ക് ശക്തി വേണ്ട പരിപാടിയാണ്. അപ്പോൾ ആദ്യം നിന്നത് ഈ പുള്ളിക്കാരത്തിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തിയുടെ മോനാണെന്ന് തോന്നുന്നു, മോൻ വന്നു. പിന്നെ പുള്ളി പെട്ടെന്ന് പുള്ളി കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
രണ്ടുപേർക്കും ചെരുപ്പൊക്കെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പിന്നെ ഡിന്നറൊക്കെ കഴിച്ചു. അവിടെ നിന്ന് തിരിച്ച് റൂമിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ ഞങ്ങളൊരു പ്രൈവറ്റ് ഐലൻഡ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റ് ഐലൻഡിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.